പരിശുദ്ധ ഖുർആനിലെ 98-ാമത്തെ അധ്യായം. 8 ആയത്തുകൾ മാത്രമുള്ള ഒരു ചെറിയ സൂറത്ത് എന്ന് പറയാം. സൂറത്തുൽ ബയ്യിന എന്ന സൂറത്ത് നമ്മളൊക്കെയും നിസ്കാരങ്ങളിലും അല്ലാതെയും ഒക്കെ പാരായണം ചെയ്യുന്ന സൂറത്താണ്. നിത്യജീവിതത്തിൽ പലപ്പോഴും നമുക്കൊക്കെ എളുപ്പം പാരായണം ചെയ്യാൻ പറ്റുന്ന സൂറത്തുകളിൽ പെട്ടതാണ് സൂറത്തുൽ ബയ്യിന. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബ് വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന റസൂലും മിനല്ലാഹി യത്ലൂ സുഹ്ഫൻ മുതഹ്ഹറ ഫീഹാ കുതുബുൻ ഖയ്യിമ. സദഖല്ലാഹുൽ അദീം. ലം യകുനില്ലദീന കഫറൂ എന്ന് തുടങ്ങുന്ന സൂറത്ത് മദ്രസകളിൽ പഠിച്ചും പണ്ടുകാലം മുതലേ നമ്മൾ കേട്ടുമൊക്കെ ഇശാ നിസ്കാരത്തിൽ, സുബഹി നിസ്കാരത്തിൽ ഒക്കെ നമ്മൾ പാരായണം ചെയ്യാറുണ്ട്. ഇത് മക്കയിലാണോ അല്ല ഹിജ്റയ്ക്ക് ശേഷം മദീനയിലാണോ അവതരിച്ചത് എന്നത് സംബന്ധിച്ച് മഹാന്മാരായ മുഫസ്സിറുകൾ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മക്കയിൽ അവതരിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഹിജ്റയ്ക്ക് ശേഷം മദീനയിൽ അവതരിച്ചതായിരിക്കാം. അങ്ങനെ അഭിപ്രായങ്ങൾ വരുന്നത് ഒരേ സൂറത്ത് തന്നെ 2 സ്ഥലങ്ങളിൽ അവതരിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മക്കയിൽ അവതരിച്ചിട്ടുണ്ട്, മദീനയിലും അവതരിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത്. എന്നാലും സയ്യിദുന അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അത് മദീനയിൽ അവതരിച്ച സൂറത്താണ് എന്നാണ്. മഹാനരായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് കേട്ടു. മഹാന്മാരായ മുൻഗാമികൾ രേഖപ്പെടുത്തുകയാണ്, ഒരു മനുഷ്യൻ സൂറത്തുൽ ബയ്യിന പാരായണം ചെയ്താൽ, ലം യകുനില്ലദീന കഫറു എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് ഒരു മനുഷ്യൻ പാരായണം ചെയ്താൽ, ഇന്നല്ലാഹ ലയസ്മഉ ഖിറാഅത ലം യകുനില്ലദീന കഫറു, ഒരു മനുഷ്യൻ ഈ സൂറത്ത് പാരായണം ചെയ്യുന്നത് കേട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഫയഖൂലു അബ്ശിർ അബ്ദി ഫവഇസ്സതി വജലാലി ലഉമക്കിനന്ന ലക ഫിൽ ജന്നതി ഹത്താ തർളാ. സുബ്ഹാനല്ലാഹ്. ഒരു മനുഷ്യൻ ലം യകുനില്ലദീന കഫറു എന്ന സൂറത്ത് പാരായണം ചെയ്യുന്നത് കേട്ടാൽ അല്ലാഹു തആല പറയും അദ്ദേഹത്തിന്റെ മേൽ എന്റെ സന്തോഷം അറിയിക്കൂ. അബ്ശിർ അബ്ദി, എന്റെ സന്തോഷം ആ അബ്ദിന്റെ മേൽ അറിയിക്കൂ. എന്റെ ഇസ്സത്ത് കൊണ്ട്, എന്റെ പ്രൗഢിയും പ്രതാപവും എല്ലാം സത്യം. ലഉമക്കിനന്ന ലക ഫിൽ ജന്നതി ഹത്താ തർളാ, അവന് സ്വർഗ്ഗത്തിൽ അവൻ ഇഷ്ടം പോലെ താമസിക്കാമെന്ന് അല്ലാഹു പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഓതാൻ എത്ര ആയത്തേ ഉള്ളൂ? 8 ആയത്തേ ഉള്ളൂ. ഓതി തീരുമ്പോൾ അല്ലാഹു പറയുന്ന വർത്താനാണ്. ലാസ്റ്റ് അവസാനത്തെ ഭാഗങ്ങൾ ഓതി തീരുമ്പോൾ അല്ലാഹു തആല പറയുന്ന വർത്തമാനമാണ്. ഈ സൂറത്ത് ഓതിയ ആളിന് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കൂ, സ്വർഗത്തിൽ അവന് ഇഷ്ടമുള്ള അത്രയും താമസിക്കാം, അവൻ ഇഷ്ടമുള്ള അത്രയും സ്വർഗത്തിൽ കഴിച്ചുകൂട്ടാമെന്ന് പറയും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വീണ്ടും കാണാം, ഇന്നല്ലാഹ ലയസ്മഉ ഖിറാഅത ലം യകുനില്ലദീന കഫറു, ഒരാൾ ലം യകുനില്ലദീന കഫറു എന്ന സൂറത്ത് പാരായണം ചെയ്യുന്നത് കേട്ടാൽ ഫയഖൂലു, അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ പറയും, അബ്ശിർ അബ്ദി ഫവഇസ്സതി വജലാലി, എന്റെ പ്രൗഢിയും പ്രതാപവും ഒക്കെ തന്നെയാണ് സത്യം. ലാ അൻസാക അലാ ഹാലിൻ മിൻ അഹ്വാലിദ് ദുനിയാ വൽ ആഖിറ, അവന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും പ്രയാസങ്ങളിൽ, അഹ്വാലുകളിൽ ഞാൻ അവനെ മറന്നു പോവുകയില്ലെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. അതിനേക്കാൾ വലുതെന്താ നമുക്ക് വേണ്ടത്? നമുക്ക് ദുനിയാവിലൊരു പ്രയാസം ഉണ്ടായാൽ അല്ലാഹു നമ്മെ മറന്നു പോവില്ല. ദുനിയാവിലും ആഖിറത്തിലും അവൻ എന്ത് അഹ്വാലുണ്ടായാലും, എന്ത് പ്രയാസം ഉണ്ടായാലും അവനെ ഞാൻ എന്ത് ചെയ്യില്ല? മറന്നു പോവില്ല. അത് ചെറിയൊരു വാക്കല്ല. അള്ളാഹു നമ്മെ മറന്നു പോകാതിരിക്കുക. ഒരു പ്രയാസം വന്നപ്പോൾ നമ്മെക്കുറിച്ച് ഒരാൾ ഓർക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. എന്ത് പ്രയാസഘട്ടത്തിലും ആ അബ്ദിനെ കുറിച്ച് ഞാൻ ഓർക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് മാത്രമല്ല, വലഉമക്കിനന്ന ലക ഫിൽ ജന്നതി ഹത്താ തർളാ, അവൻ ഇഷ്ടമുള്ള അത്രയും സ്വർഗ്ഗത്തിൽ വസിച്ചോട്ടെ എന്ന് അല്ലാഹു പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ബയ്യിന, the evidence, clear evidence, വ്യക്തമായ തെളിവ് എന്നാണ് അതിന്റെ അർത്ഥം. ലം യകുനില്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന. ആയത്തിന്റെ സാരാംശം എന്ന് പറഞ്ഞാൽ, വേദക്കാരായ ബഹുദൈവ വിശ്വാസികളായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിഷേധിച്ചു കളഞ്ഞ ആളുകൾ,
അവർക്ക് വ്യക്തമായ തെളിവ് എത്തിച്ചേർന്നു. വ്യക്തമായ തെളിവ് കിട്ടുന്നതുവരെ അവരുടെ അഭിപ്രായത്തിൽ നിന്ന്, ആശയത്തിൽ നിന്ന് അവർ വേറിട്ടു പോകുന്നവരായിരുന്നില്ല. അതാണ് ആ ആയത്തിന്റെ സാരം. അവർക്ക് വ്യക്തമായ തെളിവ് വന്നു. ആരാണ് വ്യക്തമായ തെളിവ്? ബയ്യിന എന്ന് പറഞ്ഞാൽ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. റസൂലും മിനല്ലാഹ് തൊട്ടടുത്ത ആയത്ത് പറയുന്നുണ്ടല്ലോ. അപ്പൊ ബയ്യിന എന്ന് പറഞ്ഞാൽ ആ വ്യക്തമായ തെളിവ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പരിശുദ്ധ ഖുർആനിലെ ചില വാക്കുകൾ, പ്രയോഗങ്ങൾ, നമുക്ക് ഖുർആനിനെ പല ആളുകളും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. ഖുർആനിന്റെ പരിഭാഷകൾ വായിച്ചാൽ ഖുർആനിന്റെ അർത്ഥം കിട്ടും എന്ന് വിചാരിക്കുന്നവരുണ്ട്. അവർക്ക് സത്യം പറഞ്ഞാൽ അറബി എന്ന ഭാഷയെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തത് കൊണ്ടാണ്. അറബി ഭാഷയിൽ ഒരു വാക്കിന്റെ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ, ഒരു വാക്കിന് 32 വകഭേദങ്ങൾ, അതിന്റെ പാസ്റ്റ് ടെൻസിൽ മാത്രമുള്ള വാക്കുകൾ അറബിയിലുണ്ട്. 32 ഉപയോഗങ്ങൾ, വകഭേദങ്ങൾ, ഉപയോഗക്രമങ്ങളുള്ള വാക്കുകൾ അറബിയിലുണ്ട്. അതിന്റെ പാസ്റ്റ് ടെൻസിൽ മാത്രം, ഒരു കാര്യം കഴിഞ്ഞു എന്ന് പറയാൻ ഉപയോഗിക്കുന്ന ഭൂതകാലം മാത്രം പറയാൻ അറബി ഭാഷയുടെ ആഴത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഒരു പെട്ടെന്നൊരു പരിഭാഷ വായിച്ചതുകൊണ്ട് ഖുർആൻ മൊത്തം എനിക്ക് മനസ്സിലായി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് വല്ലാത്ത ആഴങ്ങളുള്ള വർത്തമാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമിനെ നമുക്കങ്ങനെ ഒറ്റയടിക്ക് വ്യാഖ്യാനിച്ചു കളയാൻ പറ്റില്ല. പിന്നെ എന്താണ് നമ്മുടെ മുന്നിലുള്ള വഴി? നമ്മുടെ മുൻഗാമികളായ ഇമാമിയങ്ങളൊക്കെ വ്യാഖ്യാനിച്ച വഴി സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ബയ്യിന എന്നുള്ള ഈ സൂറത്തിന്റെ അർത്ഥവും അങ്ങനെയാണല്ലോ, വ്യക്തമായ തെളിവ്. ഈ വ്യക്തമായ തെളിവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അല്ലാഹു തആല എന്തുകൊണ്ടാണ് ഇത് പറയാനുള്ള കാരണം മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് കാണാം. സത്യനിഷേധികളായ, സത്യത്തെ നിഷേധിച്ചു കളഞ്ഞ ബഹുദൈവ ആരാധകരായ അഹ്ലു കിതാബ് എന്ന് പറഞ്ഞാൽ നസാറാക്കളും ജൂതന്മാരുമാണ്. ഇന്നും അവരാണല്ലോ ചർച്ചയിലുള്ളത് അല്ലേ, ജൂതന്മാരും നസാറാക്കളും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖുർആൻ പലപ്പോഴും സംബോധന ചെയ്യുന്ന ഒരു വലിയ സമൂഹമാണ് ഇവർ. ഇവരല്ലാത്ത എത്രയോ മതങ്ങളും വിഭാഗങ്ങളും ഒക്കെ ലോകത്ത് പലതവണ കടന്നു വന്നു, അവരുടെ ആശയങ്ങൾ ഉണ്ടായി, അതൊക്കെ കഴിഞ്ഞു പോവുകയും ചെയ്തു. പക്ഷെ ഖുർആൻ അഡ്രസ് ചെയ്ത് വിളിക്കുന്ന ഒരു വലിയ സമൂഹം അവരിന്ന് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇവരങ്ങ് പോയി എന്ന് വിചാരിക്കുക, എന്നാൽ പിന്നെ ഈ ആയത്തുകളുടെ അർത്ഥവും ആഴവും എന്താണ്? ഉദാഹരണം, ലോകത്ത് ഖുർആൻ ഈ വിളിച്ചു പറഞ്ഞ അഹ്ലു കിതാബുകാരായ ഇവരാരും ഇല്ല, എത്രയോ മതങ്ങളോട് ഉണ്ടായിട്ടില്ലാതെ. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് മതങ്ങൾ ഉണ്ടാവുകയും വഴിയിൽ വെച്ച് അതൊക്കെ ഇല്ലാതാവുകയും ചെയ്തിട്ടുണ്ട്. അക്ബർ ചക്രവർത്തിയുടെ മതമായിരുന്നു ദീന ഇലാഹി എന്നുള്ളത്. ഇന്നത് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോന്ന് അറിയില്ല. അതുപോലെ വ്യത്യസ്ത മതങ്ങൾ ലോകത്ത് ഉണ്ടാവുകയും ആചാരങ്ങൾ ഉണ്ടാവുകയും അതൊക്കെ കുറെ നാൾ കഴിയുമ്പോൾ അങ്ങോട്ട് ഇല്ലാതാവുകയും ചെയ്തു. അപ്പോഴൊക്കെ ഖുർആൻ വിളിച്ച ഈ വിളി ഇപ്പോഴും ആരാണ് അഹ്ലു കിതാബ്? ഒരാൾക്ക് എന്ത് വേണ്ട, ഒരു സംശയം വേണ്ട, ഇവരാരാണ്? ഇവർ ജൂതന്മാരും നസാറാക്കളുമാണ്. അവര് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവുകയും ചെയ്യും, അവരെ കൊണ്ടുള്ള ശർറ് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന മുൻഫക്കീന ഹത്താ തഅതിയഹുൽ ബയ്യിന. വ്യക്തമായ തെളിവ് വന്നതിനു ശേഷം, സത്യനിഷേധികളായ ആളുകൾക്ക് വ്യക്തമായ തെളിവുകൾ കിട്ടുന്നത് വരെ അവരുടെ അഭിപ്രായത്തിൽ അവർ ഉറച്ചു നിന്നതാണ്. എന്താണ് അവർ ഉറച്ചു നിന്ന അഭിപ്രായം? മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത് കാണാം. ഈ വാക്ക് ഒരു കാലത്തെ അഹ്ലു കിതാബുകാരായ നസാറാക്കളായ ജൂതന്മാരായ ആളുകൾ പറഞ്ഞ വാക്കാണ്. ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി എന്ന് അല്ലാഹു എടുത്ത് പ്രയോഗിച്ച പ്രയോഗം. അവരെന്തിനാണത് പറഞ്ഞത്? അവർ പലപ്പോഴും പറയുമായിരുന്നു, ഞങ്ങൾക്കൊരു വാഗ്ദത്ത പ്രവാചകൻ വരാനുണ്ട്, ഞങ്ങൾക്കൊരു വാഗ്ദത്ത പ്രവാചകൻ വരാനുണ്ട്, ഞങ്ങൾക്കൊരു നബി വരാനുണ്ട് എന്നു മാത്രമല്ല, ആ നബിയുടെ ഹക്ക് കൊണ്ട്, ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ വിജയിപ്പിക്കണമേ എന്ന് അവർ യുദ്ധത്തിന്റെ ഘട്ടങ്ങളിൽ ദുആ ചെയ്തിരുന്ന വ്യത്യസ്തങ്ങളായ സംഭവങ്ങൾ മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഈ ഒരു പരിമിതമായ സമയത്തിനുള്ളിൽ അതെല്ലാം കൂടി പറയാനുള്ള സമയമില്ല. പല യുദ്ധങ്ങളിലും നസാറാക്കളും യഹൂദികളും ഞങ്ങൾക്ക് വരാനുള്ള വാഗ്ദത്ത പ്രവാചകൻ, അവരുടെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി തരണമേ എന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾക്കൊരു നബി വരാനുണ്ട്, അതുവരെ ഞങ്ങളുടെ ഈ ആശയത്തിൽ നിന്ന് ഞങ്ങൾ പിന്തിരിയുകയില്ല എന്ന് ഉറപ്പ് പറഞ്ഞ് ജീവിച്ച ആളുകളാണ് ഇവരെല്ലാം. എന്നാൽ വ്യക്തമായി ആ പ്രവാചകൻ വന്നതോടുകൂടി അവരെന്ത് ചെയ്തു? അവരുടെ ആ പറഞ്ഞ വാക്കിൽ നിന്നൊക്കെ അവർ പിന്മാറി. അതായത് അവർ സത്യത്തെ ഉൾക്കൊണ്ടില്ല. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അവര് പറഞ്ഞു കേട്ടിട്ട് മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് അറിയാമായിരുന്നു. ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന. അഹ്ലി കിതാബുകാർക്കും അറിയാമായിരുന്നു, മുശ്രിക്കീങ്ങൾക്കും അറിയാമായിരുന്നു. ആ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നൊരു പ്രവാചകൻ വരാനുണ്ട് എന്ന് ഇവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു. ഇത് പറയാനാണെങ്കിൽ ഈ വിഷയം വേറൊരു വഴിയിലൂടെ പോകും. കാരണം
അവർക്കറിയാമായിരുന്നു എന്ന് ഖുർആൻ പറയുമ്പോൾ ഏതുവരെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവരുടെ മക്കളെപ്പോലെ അവർക്കറിയാമായിരുന്നു എന്ന് വേദക്കാരെ ഉപമിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നുണ്ട്. അവരുടെ മക്കളെ അറിയുന്നത് പോലെ അവർക്ക് അല്ലാഹുവിന്റെ റസൂലിനെ അറിയാമായിരുന്നു. അതായത് ഒരു പ്രവാചകൻ വരാനുണ്ട് എന്നറിയാമായിരുന്നു. സൂറത്ത് സഫിൽ കാണാം, വഇദ് ഖാല ഈസ ഇബ്നു മറിയം യാ ബനി ഇസ്രായീൽ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്തി വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരാനുണ്ട്, അവരുടെ പേര് അഹ്മദ് എന്നാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ് അഹ്മദ് എന്നുള്ളത്. യാസീൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ പേരിൽ ഒരു പ്രവാചകൻ വരുമെന്ന് ഈസാ നബി അവരുടെ ജനതയോട് പറഞ്ഞിരുന്നു. എത്രയെല്ലാം വെട്ടിയൊപ്പിച്ചിട്ട് നീക്കിയിട്ട് ഇപ്പോഴും പുതിയ നിയമത്തിന്റെയും പഴയ നിയമത്തിന്റെയും വ്യത്യസ്തങ്ങളായ വേദഗ്രന്ഥങ്ങളുടെയും ഉള്ളിൽ പ്രവാചക നാമധേയങ്ങൾ അടയാളപ്പെട്ട് കിടപ്പുണ്ട്. ഞാൻ പോകാതിരുന്നാൽ സത്യത്തിന്റെ ആത്മാവ് നിങ്ങളിലേക്ക് വരികയില്ല. സത്യത്തിന്റെ ആത്മാവ് വരികയും സകല സത്യത്തിലേക്ക് വഴി നടത്തുകയും ചെയ്യും. ബൈബിളിലെ വചനമാണ്. സകല സത്യത്തിലേക്ക് വഴി നടത്തുകയും ചെയ്യും. അതുപോലെ ഹിന്ദു സ്ക്രിപ്ചറുകളിൽ വേദപ്രകാശ് ഉപാധ്യായ എന്നൊരു പണ്ഡിതനുണ്ട്. ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ആളാണ്. ഹിന്ദു സ്ക്രിപ്ചറുകളിൽ ആഴത്തിൽ പഠനം നടത്തിയ ആളാണ്. അദ്ദേഹം ഹിന്ദു സ്ക്രിപ്ചറുകളിലുള്ള സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമധേയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ എത്രയോ ആളുകൾ ഈ വേദങ്ങളിൽ മഹാമത, ഇതിഖ്യാത, ശിഷ്യശാഖ, സമന്വിതം, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന മരുഭൂമിയിൽ ഉദയം ചെയ്യുന്ന പ്രവാചകന്റെ വ്യത്യസ്തങ്ങളായ ഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന വേദവചനങ്ങൾ കണ്ടിട്ട് ഇസ്ലാമിലേക്ക് വന്നവർ ഇന്ത്യയിൽ തന്നെയുണ്ട്. അപ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത് എന്താണ്? അള്ളാഹുവിന്റെ കലാം പറയുന്നതാണ്, അവർക്ക് വ്യക്തമായിട്ടറിയാം ആര് വരുമെന്ന്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായ തെളിവ് അവർക്ക് വന്നതിന് ശേഷവും അവരെന്ത് ചെയ്യാണ്? അവരുടെ അഭിപ്രായത്തിൽ ഞങ്ങൾ ആ നബി വന്നാൽ ഞങ്ങൾ മുറുകെ പിടിക്കും, കൂടെ നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരിപ്പോ എന്ത് ചെയ്യാണ്? അതിൽ നിന്നൊക്കെ പിന്മാറിക്കളയുകയാണ്. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്നൊരു ദിവസം ഇങ്ങോട്ട് വന്ന് ഞാൻ ലോകത്തിന്റെ മുഴുവനും പ്രവാചകനാണെന്നും അന്ത്യപ്രവാചകനാണെന്നും വിളംബരം ചെയ്യുകയായിരുന്നില്ല. മറിച്ച് കഴിഞ്ഞുപോയ എല്ലാ നബിമാർക്കും അറിയാം, എല്ലാ വേദങ്ങളിലും അറിയാം, എല്ലാ വിഭാഗം ആളുകൾക്കും അങ്ങനെ ഒരു നബി വരാനുണ്ട് എന്ന സൂചന ഉണ്ടായിരുന്നു. മക്കയിൽ ഒരു പ്രവാചകൻ ഉദയം ചെയ്യുമെന്ന് നുബൂവത്തിന് മുമ്പ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അറിയാമായിരുന്നു. 4 ആളുകൾ അന്ന് തീരുമാനമെടുത്ത ചരിത്രം, വിശാലമായ ഒരു ചരിത്രമാണ്. മക്കയിൽ വരുന്ന നബിയുടെ പേര് മുഹമ്മദ് എന്നാണ് എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ തങ്ങളുടെ മക്കൾക്ക് മുഹമ്മദ് എന്ന് പേര് വെച്ചവരുണ്ട്. നമ്മൾ ബദരീങ്ങളെ പേര് വായിച്ചാൽ മുഹമ്മദ് മുഹമ്മദ് എന്നൊരു 4 തവണ വായിക്കാനുണ്ട്. അത് 4ഉം അവരുടെ പിതാക്കന്മാർക്ക് അറിയാമായിരുന്നു. മക്കയിൽ ഇനി ഒരു നബി വരും, ആ നബിയുടെ പേര് മുഹമ്മദ് എന്നായിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഇവർക്ക് ആർക്കും അറിയാത്തൊരു നബിയൊന്നുമല്ല വന്നത്, ഇവർക്കെല്ലാം അറിയാവുന്ന, അവർ കാത്തിരുന്ന നബിയാണ്. അവരെല്ലാവരും ഞങ്ങളിലേക്ക് ആഗതമാകുമെന്ന് പ്രതീക്ഷിച്ച നബിയാണ്. പിന്നെ എന്താണ് സംഭവിച്ചത്? ഒരൊറ്റ ആയത്ത് കൂടി പറഞ്ഞ് നമുക്ക് ഇന്നത്തെ സംസാരം അവസാനിപ്പിക്കാം. റസൂലും മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള പ്രവാചകൻ. യത്ലൂ സുഹ്ഫൻ മുതഹ്ഹറായ സംശുദ്ധമായ പരിശുദ്ധമായ ഏടുകളെ ഓതിത്തരുന്ന പ്രവാചകൻ. അവിടെ സംഭവിച്ചത്, അള്ളാഹുവിന്റെ പ്രവാചകൻ വരുമെന്ന് വിചാരിച്ചപ്പോൾ ഇവർ കരുതിയത് അവർ വിചാരിക്കുന്ന ഗോത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ഇടയിൽ നിന്നൊരു പ്രവാചകൻ വരുമെന്നാണ്. തങ്ങളുടെ കൂട്ടത്തിൽ നിന്നല്ല പ്രവാചകൻ വന്നത് എന്നതുകൊണ്ട് നിഷേധിച്ചു കളഞ്ഞ ആളുകളുണ്ട്. സയ്യിദുനാ നബിയുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 2 മക്കൾ. ഒന്നാമത്തെ ആൾ സയ്യിദുനാ നബിയുല്ലാഹി ഇസ്ഹാഖ് അലൈഹിസ്സലാം, രണ്ടാമത്തെ ആൾ സയ്യിദുനാ നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാം. മൂത്തയാൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാമാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽ വന്നയാളാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിൽ വന്നയാളാണ്, ഇസ്ഹാഖ് നബിയുടെ മോനാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. യാക്കൂബ് നബിയുടെ മകനാണ് യൂസുഫ് അലൈഹിസ്സലാം. അവിടുന്ന് ഇങ്ങോട്ട് സയ്യിദുനാ നബിയുല്ലാഹി ഈസ അലൈഹിസ്സലാം വരെ വന്നത് ബനു ഇസ്രായേലിൽ നിന്നാണ്. അവരുടെ ഇസ്രായേൽ എന്ന പേര് ആരുടേതാണ്? സയ്യിദുനാ നബിയുല്ലാഹി യാക്കൂബിൻ്റെതാണ് അലൈഹിസ്സലാം. വിശാലമായ ചരിത്രമാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽ വന്നതായിരുന്നു ആ പ്രവാചകന്മാരെല്ലാം.
അവർ വിചാരിച്ചത് ഇനി വരുന്ന നബിയും ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നായിരിക്കുമെന്നാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ തീരുമാനം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ പരമ്പരയിൽ നിന്ന് പ്രവാചകനെ കൊണ്ടുവരാനായിരുന്നു. അതിൻ്റെ കാരണം ഖുർആൻ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ടല്ലോ, റബ്ബന വബഅസ് ഫീഹിം റസൂല. സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ പണിഞ്ഞിട്ട് ദുആയിരുന്നു, റബ്ബന വബഅസ് ഫീഹിം റസൂല, പടച്ചവനെ ഇവരിൽ നിന്നൊരു പ്രവാചകനെ ഇവർക്കാക്കി കൊടുക്കണമേ. അള്ളാഹു തആല കഅബാലയത്തിൻ്റെ അടുത്തെത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അടുത്ത ദിവസങ്ങളിലൊക്കെ ഉംറയ്ക്ക് പോകുന്നവരുണ്ട്, അള്ളാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും ചെയ്യുമാറാകട്ടെ. അപ്പൊ കഅബയുടെ ചാരത്ത് നിന്നുകൊണ്ടുള്ള ദുആ ഫലിച്ചതാണ്. ആ കുടുംബത്തിൽ നിന്ന് അന്ത്യപ്രവാചകനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത്. റസൂലും മിനല്ലാഹി യത്ലൂ സുഹ്ഫൻ മുതഹ്ഹറ, അല്ലാഹുവിൽ നിന്നുള്ള റസൂൽ, ബയ്യിന വ്യക്തമായ തെളിവ്, റസൂലും മിനല്ലാഹ് അല്ലാഹുവിൽ നിന്നുള്ള ദൂതൻ. ആ പ്രയോഗം ചെറിയ പ്രയോഗമൊന്നുമല്ല. മാകാന മുഹമ്മദുൻ നബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലല്ലാഹി വഖാതമൻ നബിയീൻ. ഒരാൾക്ക് ധൈര്യമായി കയറി പറയാൻ പറ്റിയ കാര്യമല്ല ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്. ഒരാൾക്കും ധൈര്യമായി കയറി പറയാൻ പറ്റിയ കാര്യമല്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഞാനാണ് അന്ത്യപ്രവാചകൻ എന്ന് പറഞ്ഞ് ലോകം മുഴുവനും സ്വീകരിക്കുന്ന ഒരു വേദമോ വർത്തമാനമോ ആയിട്ടൊരാളും വന്നിട്ടില്ല. പലരും നബിയാണെന്നൊക്കെ പറഞ്ഞു നോക്കി, പക്ഷെ അവരവരുടെ കാലത്ത് തന്നെ അതൊക്കെ അസ്തമിച്ചു. മുസൈലിമത്തുൽ കദ്ദാബ്, അസ്വദുൽ അൻസി, അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന മിർസ അഹ്മദ് ഗുല ഖാദിയാനി ഉൾപ്പെടെയുള്ള ഇപ്പോൾ ചില ആളുകളൊക്കെ ഈസാ നബിയുടെ അവതാരമാണെന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകളുണ്ട്. പക്ഷെ ഇവരെ ആരെയും എന്ത് ചെയ്യുന്നില്ല, ലോകം വകവെക്കുന്നില്ല. റസൂലും മിനല്ലാഹി, അള്ളാഹുവിൽ നിന്നുള്ള ദൂതൻ, അത് ചെറിയ ഒരു കാര്യമല്ല. അല്ലാഹു തആല നുബൂവത്ത് കൊടുത്തു പറഞ്ഞയച്ചയാൾ. യത്ലൂ സുഹ്ഫൻ മുതഹ്ഹറ, മുതഹ്ഹറായ പരിശുദ്ധമായ ഏടുകളെ ഓതിത്തരുന്ന പ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഭാഗം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. 20 മിനിറ്റാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അള്ളാഹു നമ്മെ കബൂൽ ചെയ്യുമാറാകട്ടെ. യത്ലൂ സുഹ്ഫൻ മുതഹ്ഹറ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഏടുകൾ. പല അർത്ഥങ്ങൾ മഹാന്മാരായ മുഫസ്സിറുകൾ വെച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എഴുത്തും വായന അറിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂല് കവിതയോ കഥയോ എവിടെന്നെങ്കിലും കേട്ട കാര്യങ്ങളോ അല്ല എന്ത് ചെയ്തത്, ജനങ്ങളോട് പറഞ്ഞത്. അതിൻ്റെ കാരണം മുന്നൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഴുത്തും വായനയും അറിയാമായിരുന്നെങ്കിൽ ഇത് എവിടെന്നെങ്കിലും വായിച്ചതാണ് എന്ന് പറയാമായിരുന്നു. എഴുത്തും വായനയും പഠിപ്പിച്ച ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് പറയാമായിരുന്നു, ഇത് ഞാൻ മുഹമ്മദ് നബിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തതാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും എന്നെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഉസ്താദിനെ ധൈര്യമായിട്ട് പറയാം, ഇവനീ ഇരുന്ന് പറയുന്നതൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തതാണ്. പറഞ്ഞൂടെ? ധൈര്യമായിട്ട് പറഞ്ഞു. എന്നെ പഠിപ്പിച്ച അധ്യാപകർക്ക് പറയാം, ഇവർ ഈ പറയുന്നതൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തതാണ്. നമ്മളെ പഠിപ്പിച്ച ഓരോരുത്തർക്കും അത് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് മക്കയിൽ ഒരാൾക്കും പറയാൻ പറ്റൂല. കാരണം അവരാരും ആരെ പഠിപ്പിച്ചിട്ടില്ല, സയ്യിദുനാ റസൂലുള്ളാഹിയെ പഠിപ്പിച്ചിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഒരു അധ്യാപകനിൽ നിന്ന് വിദ്യ അഭ്യസിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോ ഈ ഏടുകൾ പരിശുദ്ധമാണ്. ഇത് എവിടെ നിന്നെങ്കിലും കേട്ടതോ കേട്ടുകേൾവിയോ ഒന്നുമല്ല. ഇതിൽ കൂട്ടിക്കലർത്തലുകളില്ല. പഴയകാലത്തെ ഈ ആളുകൾ, അതായത് ഈ അഹ്ലി കിതാബുകാരായ ആളുകൾ, അതുപോലെ വേദങ്ങൾ ലഭിച്ച ആളുകൾ, തൗറാത്തിനെയും ഇഞ്ചീലിനെയും സബൂറിനെയും ഒക്കെ അവരവർക്ക് ഇഷ്ടമുള്ള തരത്തിൽ അവര് കൂട്ടിച്ചേർത്തും ചേർത്ത് വെച്ചും അതിൽ നിന്ന് വെട്ടിമാറ്റിയും ഒക്കെ ഉപയോഗപ്പെടുത്തി. ഇത് യത്ലൂ സുഹ്ഫൻ മുതഹ്ഹറ, ഇത് പരിശുദ്ധമായ വേദമാണ്. ഇത് ഇവിടുന്ന് അങ്ങുവരെ, ഈ ഒരായത്ത് ഇവിടുന്ന് അങ്ങുവരെ സ്വഹാബത്ത് എങ്ങനെ ഓതിയോ അതുപോലെയാണ് ഇന്ന് നമ്മൾ അത് പാരായണം ചെയ്യുന്നത്. അതിൻ്റെ മൂല ഭാഷ ഏതാണോ അതേ ഭാഷയിൽ ലോകത്ത് ഏറ്റവും അധികം പാരായണം ചെയ്യുന്ന വേദഗ്രന്ഥം അത് പരിശുദ്ധ ഖുർആനാണ്. അത് അവതരിച്ച ഭാഷ, ഇഞ്ചീൽ അവതരിച്ച ഭാഷയിലല്ല ഇന്ന് ആളുകൾ ഇഞ്ചീൽ വായിക്കുക, അതായത് ബൈബിൾ വായിക്കുന്ന ആളുകളുണ്ടാവും. പലതും ഇന്ന് വായിക്കുന്നത് അത് അവതരിച്ച ഭാഷയിലാകണം എന്നില്ല. അവതരിച്ച, അള്ളാഹുവിൽ നിന്ന് അവതരിച്ച അതേ ഭാഷയിൽ ലോകം വായിച്ചു കൊണ്ടിരിക്കുന്ന വേദമാണ് പരിശുദ്ധമായ ഖുർആൻ. നമ്മുടെ സൂറത്തുൽ ഫാത്തിഹ മുതൽ നമ്മുടെ ദുആകൾ, ഇതെല്ലാം നമ്മൾ ആലോചിച്ച് നോക്കും. അതൊക്കെയും അത് അവതരിച്ച ഭാഷ ഏതാണോ അതിലാണ് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ അവസാന ഭാഗത്ത് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. സുഹ്ഫൻ മുതഹ്ഹറ, പരിശുദ്ധമായ വേദം, പരിശുദ്ധമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏടുകൾ, അല്ലാഹു തആല നൽകിയ. അപ്പൊ ഖുർആനിന്റെ ബഹുമതി കൂടിയാണ്. ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. പരിശുദ്ധ ഖുർആനിനെ സമീപിക്കേണ്ടതും അങ്ങനെ തന്നെയാണ്. വുളൂ ഇല്ലാതെ ഖുർആൻ തൊടാൻ പാടില്ല. ഖുർആനിനെ ഒരു ലാഘവത്തോടു കൂടി കാണാൻ പാടില്ല. ഖുർആൻ തന്നെ പറയുന്നത് ഇതൊരു പരിശുദ്ധമായ വേദമാണ് എന്നാണ്.
ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറൂൻ, ശുദ്ധിയില്ലാതെ തൊടരുത് എന്ന് ഖുർആൻ പറയുന്നു. ഇവിടെയും യത്ലൂ സുഹ്ഫൻ മുത്തഹ്ഹറ, പരിശുദ്ധമായ വേദമാണിത്. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വുളു ഉണ്ടാകൽ, അതുപോലെ ഖുർആൻ എടുക്കുമ്പോൾ ഖുർആനിനോടുള്ള ആദരവ്, ബഹുമാനം, ഇതൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. നമ്മുടെയൊക്കെ വീടുകളിൽ ചെറിയ കുട്ടികൾ മദ്രസയിൽ പോകുന്ന കുട്ടികളുണ്ട്. അവരുടെ ഖുർആനിന്റെ ഏടുകൾ ഉണ്ടാവും. അതും ഖുർആനാണ്. അതിലൊരു ജുസുവേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ, പക്ഷെ അതെന്താണ്? ഖുർആനാണ്. ഖുർആനിന് നൽകുന്ന ബഹുമതി അതിന് നൽകണം. നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് പറയും യാസീൻ ബുക്ക് എന്ന് പറയും. യാസീൻ ബുക്കിൽ എന്തേ ഉള്ളൂ? യാസീൻ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്താണ് യാസീൻ? ഖുർആനിൽ നിന്നുള്ള അധ്യായമാണല്ലോ. യാസീൻ ബുക്ക് ഇങ്ങനെ വലിച്ചെറിയാൻ പറ്റുമോ? യാസീൻ ബുക്ക് പിന്നെ വുളു ഇല്ലാതെ അത് കൈകാര്യം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. അപ്പൊ ചെറിയ മക്കളൊക്കെ ഉപയോഗിക്കുന്ന മുസ്ഹഫുകൾ, നമ്മുടെയൊക്കെ വീടുകളിൽ പലപ്പോഴും ഇന്ന് മുസ്ഹഫുകൾ അർഹിക്കുന്ന ആദരവ് ലഭിക്കാതെ പല സ്ഥലങ്ങളിൽ ഇരിപ്പുണ്ട്. പൊടി പിടിച്ച് അല്ലാതെയൊക്കെ ആയിട്ട് നശിച്ചുപോയി എന്ന് വിചാരിക്കുക. ഇനി ഉപയോഗശൂന്യമായാൽ നമുക്കത് കത്തിച്ചു കളയുകയോ കുഴിച്ചിടുകയോ ഒക്കെ ചെയ്യാം. അങ്ങനെയാണ് ഫിഖ്ഹിന്റെ നിയമം. ഉപയോഗശൂന്യമായി പോയി. ഈ അടുത്ത സമയത്തല്ലേ നമ്മൾ കണ്ടത്, ക്ലാസ് അവസാനിച്ചു, ഈ അടുത്ത സമയത്തല്ലേ നമ്മൾ കണ്ടത്, ശിവകാശിയിൽ പടക്കം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ കൂട്ടത്തിൽ മുസ്ഹഫിന്റെ ഏടുകൾ. അത് എവിടുന്നായിരിക്കും പോയിട്ടുണ്ടാവുക? മുസ്ലിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്ത് ചെയ്തു? കൊള്ളാതെ വന്നപ്പോൾ കുറേയൊക്കെ എടുത്ത് പേപ്പറുകളുടെ കൂട്ടത്തിൽ ആക്രിക്ക് വന്ന ആളിന് കൊടുത്തു. അത് കറങ്ങി തിരിഞ്ഞ് പടക്കം ഉണ്ടാക്കുന്ന സ്ഥലത്ത് എത്തി. അങ്ങനെ എത്രയോ നമ്മുടെ ഉമ്മത്തിൽ തന്നെയുള്ള എത്രയോ വേദനാജനകമായ കാര്യങ്ങൾ. അപ്പൊ അത് പള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഉപയോഗിക്കാതെ ഇരിക്കുന്ന, നശിച്ചുപോയ, ഉപയോഗശൂന്യമായതിനെ നാം കൈകാര്യം ചെയ്യുകയും ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ മുസ്ഹഫ് ടിവിയുടെ ബാക്കിൽ കൊണ്ട് കളയാതെ, ഷോക്കേഴ്സിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ട് കളയാതെ, എവിടെയെങ്കിലും വലിച്ചെറിയാതെ, അത് കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന 1-ാം ജുസ് ആണെങ്കിലും യാസീൻ ബുക്ക് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അത് മുത്തഹറായ പരിശുദ്ധമായ വേദമാണ് എന്ന ഓർമ്മയോടുകൂടി അതിനെ കൈകാര്യം ചെയ്യുക. റസൂലും മിനല്ലാഹി യത്ലൂ സുഹ്ഫൻ മുത്തഹറ, അള്ളാഹുവിൽ നിന്നുള്ള ദൂതൻ, ആ ദൂതൻ അള്ളാഹു നൽകിയ ഏടുകളെ, പരിശുദ്ധമായ ഏടുകളെ ഓതിത്തരുന്ന പ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദൂതൻ വരുന്നത് വരെ നേരത്തെയുള്ള അഭിപ്രായങ്ങളിൽ ഉറച്ചു നിന്ന ആളുകൾ ആ അള്ളാഹുവിന്റെ റസൂൽ എന്ന വ്യക്തമായ തെളിവ് വന്നപ്പോൾ അതിൽ ഭിന്നിച്ചുപോയി എന്ന് ഖുർആൻ പറയുന്നു. ഇനി ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഭാഗങ്ങൾ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്ത അത്ഭുതം തോന്നും. മെനിങ്ങാന്ന് ഒരു ആയത്ത് ഇങ്ങനെ ഓതുമ്പോൾ ഖുൽ മൻ യുനജ്ജീകും മിൻ ദുലുമാത്തിൽ ബർരി വൽ ബഹർ, സൂറത്തുൽ അൻആമിലെ ഒരു പ്രയോഗമാണ്. വായിച്ചപ്പോൾ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. കടലിലും കരയിലുമുള്ള അക്രമങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ആരുണ്ട്? പെട്ടെന്നൊരു വാക്ക് ഇങ്ങനെ വായിച്ചിട്ട് ഇങ്ങനെ പത്രം നോക്കുമ്പോൾ ഹോർമുസ് കടലിടുക്കൊക്കെ വായിച്ചപ്പോൾ ആലോചിച്ചു, ആ ആയത്തിന്റെ അർത്ഥം നോക്കൂ. കടലിലും കരയിലുമുള്ള പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ആരുണ്ട്? ഖുൽ മൻ യുനജ്ജീകും ഫീ ദുലുമാത്തിൽ ബർരി വൽ ബഹർ. ഒന്ന് വിശാലമായി ചിന്തിച്ചു നോക്കിയേ. ആ കടലിടുക്കിൽ നടക്കുന്ന പ്രയാസങ്ങൾ കാരണമാണ് നമ്മുടെ നാട്ടിൽ പലയിടത്തും സിലിണ്ടർ എത്താതിരിക്കുന്നത്, റെസ്റ്റോറൻറ്റുകൾ പലതും അടഞ്ഞു കിടക്കുന്നത്. അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ കാരണമാണ് ഇങ്ങോട്ടുള്ള ഈ സപ്ലൈകളെല്ലാം കട്ട് ചെയ്യപ്പെട്ട സാഹചര്യം ഉണ്ടാവുന്നത്. ഇനി ആയത്ത് കൂടി നോക്കൂ. കരയിൽ മാത്രം നടക്കുന്ന പ്രശ്നങ്ങളല്ല. ഖുൽ മൻ യുനജ്ജീകും ഫീ ദുലുമാത്തിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും നടക്കുന്ന ഈ വലിയ അക്രമങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ആരുണ്ട് എന്ന് ഖുർആൻ ചോദിക്കാൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ എല്ലാവരെയും സലാമത്താക്കി തരുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ നാം സമയം കണ്ടെത്തുന്ന ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ഖബറിൽ കൂട്ടുകാരനായും പരലോകത്ത് ഷാഫിആയും ഖുർആനിനെ അല്ലാഹു എത്തിച്ചു നൽകുമാറാകട്ടെ. നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ നമ്മൾ ഓതിയ ഖുർആനിന്റെ ബറക്കത്ത് അല്ലാഹു എത്തിച്ചു നൽകുമാറാകട്ടെ. അവരെയും നമ്മയും അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. ലം യകുനില്ലദീന ഓതുമ്പോൾ അല്ലാഹു പറയുമെന്നല്ലേ, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ആവശ്യം പോലെ വസിക്കാൻ അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ലോകത്തിന് അല്ലാഹു സമാധാനം നൽകുമാറാകട്ടെ. മുസ്ലിം സഹോദരങ്ങൾക്ക് അല്ലാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അക്രമികളെ അല്ലാഹു കൈപിടിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.